സ്വാതന്ത്ര്യ ദിന ചടങ്ങുകൾ, ആഘോഷ ചടങ്ങുകൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് അല്പസമയം മുൻപ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയത്. അദ്ദേഹം അതിനു മുൻപ് ദേശീയ പതാക ഉയർത്തിയിരുന്നു. ഇപ്പോൾ വിവിധ അവാർഡുകൾ സമ്മാനിക്കുകയാണ്. വിശിഷ്ട സേവനത്തിനൊക്കെയുള്ള പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയാണ്. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. മനീഷ് മഹിപാലുണ്ട് വിവരങ്ങളുമായി. മനീഷ്, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശമുണ്ടായത്. അതിൽ അദ്ദേഹം നിലവിലെ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കരുത് എന്ന് പറയുകയാണ്. എങ്ങനെയാണൊരു ജനാധിപത്യത്തെ ഇല്ലാതാക്കി കൈയൊഴിഞ്ഞുകൊണ്ട് മതാധിപത്യത്തിലേക്കൊക്കെയുള്ള പോക്ക് വരുന്നത് എന്നത് അദ്ദേഹം മുന്നറിയിപ്പ് എന്ന തരത്തിലേക്ക് നൽകുന്നു. അത്തരം യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കാതെ ജനാധിപത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം? എന്തൊക്കെ പോരായ്മകൾ ഏതൊക്കെ തലത്തിലുണ്ടായാലും ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെട്ടിരുന്ന കാര്യത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ വെച്ച നിഷ്കർഷ ഭരണഘടനയിൽ പ്രതിഫലിച്ചു കാണാം. പക്ഷേ നിലവിൽ അതിനെ പരിരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ജനാധിപത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്ക് പുറമേ നിന്നുള്ള സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ചിത്രമാക്കാൻ പോരുന്ന വിപൽക്കരമായ ഭീഷണികൾ അകമേ നിന്നുകൂടി ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന സാമ്രാജ്യത്വ ഭീഷണി അത് പുറമെ നിന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള ഭീഷണികൾ, പ്രത്യേകിച്ചും വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഒക്കെ തന്നെ രാജ്യത്തെ ചിത്രമാക്കാൻ പോരുന്ന തരത്തിലുള്ള വെല്ലുവിളികൾ പുറത്തുനിന്ന് മാത്രമല്ല രാജ്യത്തിനകത്തു നിന്നുകൂടി, അകമേ നിന്നുകൂടി ഉയരുന്നത് വലിയ വിപൽക്കരമായ ഭീഷണിയാണ്. അതുകൊണ്ട് വർഗീയതര ശക്തികൾ ഈ രീതിയിൽ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്ന സമയത്ത് ഇതിന്റെ എല്ലാ വേർതിരിവുകളും അതീതമായി ഒറ്റ മനസ്സായി ചേർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന സന്ദേശം മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന് വേണ്ട പ്രതിജ്ഞ എടുക്കേണ്ട സന്ദർഭം കൂടിയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നു. പ്രിയാമ്പിളിൽ തന്നെ, ആമുഖത്തിൽ തന്നെ ഭരണഘടനയുടെ ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ, വിശേഷണങ്ങൾ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ മൂല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഭരണഘടനാ മൂല്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമില്ല. അത് നടപ്പിലാക്കാനുള്ളതാണ്. ഭരണഘടനാ മൂല്യങ്ങളെ സംബന്ധിച്ച് നിർബന്ധമായും അത് നടപ്പാക്കാൻ ഉള്ളതാണ്, അല്ലാതെ അത് ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല അടക്കമുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു തരത്തിൽ അത് ഗവർണർ സർക്കാർ പോര് നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ നിശിതമായ വിമർശനം കൂടി ആണെന്ന രീതിയിൽ കൂടി നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ആ രീതിയിൽ അകമേ നിന്നുകൂടി ജനാധിപത്യത്തെ ധ്വംസിപ്പിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരുമയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വെല്ലുവിളികൾ, ആപൽക്കരമായ വെല്ലുവിളികൾ അകമേ നിന്ന് ഉയരുന്നു എന്ന അദ്ദേഹത്തിന്റെ വിമർശനം അത് രാഷ്ട്രീയമായി കൂടി നമുക്ക് നോക്കി കാണേണ്ടി വരും. ആ നിലയ്ക്കുള്ള ബോധ്യം, അതായത് ഈ രീതിയിൽ അകമേ നിന്നും പുറമേ നിന്നും രാജ്യത്തിന്റെ ഒരുമയെ തകർക്കാനുള്ള ചില ശക്തികൾ ഉണ്ടാകുമ്പോൾ ആ നിലയ്ക്കുള്ള ബോധ്യത്തോടെ ഭരണഘടനാ മൂല്യങ്ങൾക്കായി നമ്മളെ തന്നെ പുനരർപ്പിക്കുക എന്നതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഒപ്പം തന്നെ കർമ്മധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കുകയാണ്. അദ്ദേഹം നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ, സ്വാതന്ത്ര്യദിന 29ാമത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വിശദമായ വിമർശനം അദ്ദേഹം പറയുന്നത് അകത്തു നിന്നുകൂടി ജനാധിപത്യ ധ്വംസനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരുമയെ തകർക്കാനുള്ള ചിത്രശക്തികളുടെ ചില നീക്കങ്ങളുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മൾ സ്വയം പുനരർപ്പിച്ചുകൊണ്ട് അത്തരം മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്ന സന്ദേശമാണ് 79ാമത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം. അനുജ, ജാതിമത വേർതിരിവുകൾക്ക് അതീതമായ ഒരുമയാണ് ഇന്ത്യയുടെ അടിത്തറ. ജനത്തിന്റെ ഒരുമയെ തകർക്കുന്ന ശക്തികൾ അകത്ത് തന്നെയുണ്ട്. വർഗീയ ശക്തികൾ ഇന്ത്യയെ ഛിദ്രമാക്കും. അതിനൊക്കെ എതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നൽകിയത്. സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി.